There is only few days for Dalapati Vijay's retirement. So, Dalapati Vijay must watch movies part 1. കഴിഞ്ഞ 10 വർഷത്തിൽ ഇറങ്ങിയ വിജയ് സിനിമകളിലെ ഏറ്റവും പീക്ക് എക്സ്പീരിയൻസ് എന്ന സിനിമ ആറ്റ്ലി എന്ന ഫാൻ ബോയുടെ OG സംഭവം. വെട്രിമാരൻ എന്നിങ്ങനെ 3 ക്യാരക്ടേഴ്സായിട്ട് വിജയ് എത്തിയ സിനിമ. മെർസലിലെ തിയേറ്റർ എക്സ്പീരിയൻസ് ഇന്നും ആരാധകർക്ക് മറക്കാൻ പറ്റാത്ത സംഭവമാണ്. ഒരു പക്ഷേ മെർസലിന് ശേഷം എത്തിയ ഒരുപാട് വിജയ് ചിത്രങ്ങൾ ഒരുപക്ഷെ മത്സരിക്കുന്നത് മെർസലിലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ വേണ്ടിയിട്ടാണ്. സിനിമയിലെ എല്ലാ ഫാക്ടേഴ്സും ബെസ്റ്റ് ആകുമ്പോൾ മെർസൽ പോലൊരു സിനിമ ഉണ്ടാകും. ഇതിൻ്റെ സ്ക്രിപ്റ്റും ഇതിൻ്റെ കഥയും അത്രത്തോളം ഭയങ്കര അധികം റെലവൻ്റ് ആയിരുന്നു. അതേപോലെ വിജയ് എന്നൊരു ആള് രാഷ്ട്രീയ പാർട്ടികളെ നോട്ടപ്പുള്ളി ആകുന്നത് മെർസൽ എന്ന സിനിമയുടെ റിലീസിന് ശേഷമാണ്. കാരണം ഇത് പറഞ്ഞു വെച്ച രാഷ്ട്രീയം അന്നത്തെ ടൈമിൽ വലിയ രീതിയിൽ കോൺട്രവേഴ്സി ആയതാണ്. വലിയ രീതിയിലുള്ള ഫ്ലെക്സ് വലിച്ചു കീറലും പ്രതിഷേധങ്ങളൊക്കെ വിജയ്ക്ക് നേരെ ഉണ്ടായതും ഈ സിനിമയുടെ റിലീസിന് ശേഷമാണ്. നമുക്കറിയാം 3 ക്യാരക്ടേഴ്സിൽ വിജയ് ശരിക്കും അഴിഞ്ഞാടിയ സിനിമയാണ്. ആറ്റ്ലി എന്ന ഡയറക്ടർ ഏറ്റവും മികച്ച രീതിയിൽ, അതായത് പിന്നീട് വന്നിട്ടുള്ള ജവാനാണെങ്കിലും ബിഗിലാണെങ്കിലും ഒരുപക്ഷെ മെർസലിൻ്റെ ഒരു ഓർഗാനിക് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്.